ഇന്ത്യയുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ജർമ്മനി. 2024-25 ജർമ്മനിയുമായിട്ടുള്ള നമ്മുടെ ഈ വ്യാപാര ഏർപ്പാടെന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഞെട്ടിപ്പോകും. 50 ബില്യൺ, മില്യൺ അല്ല, 50 ബില്യൺ, അതായത് 50 × 100 കോടി, ബില്യൺ ഡോളർ, ബില്യൺ കോടിയില്ല, പിന്നെ കോടിയുടെ ആവശ്യമില്ല, ഡോളറിലാണ് നടന്നിരിക്കുന്നത്. ഡോളറിലാണ് ഏർപ്പാട് ഇപ്പോഴും നടക്കുന്ന, ഡോളറിൽ തന്നെയാണ് അവരുമായിട്ടുള്ളത്. ഡോളറിൻ്റെ ഒരു നേട്ടമാണ്, അത്രയുമാണ് നമ്മൾ നേടിയിരിക്കുന്നത്. അപ്പോൾ ജർമ്മനിയുടെ ചാൻസലർ ഇന്ത്യയിലേക്ക് വരികയാണ്. ഡൽഹിയിലല്ല വരുന്നത്, ഗുജറാത്തിലേക്കാണ്. നേരെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വ്യവസായത്തിൻ്റെ വലിയൊരു സാമ്രാജ്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് മോദി. അപ്പോൾ എന്തൊക്കെയായിരിക്കും, ഏതൊക്കെ രംഗങ്ങളിലായിരിക്കും ഇനി നമ്മൾ ഒപ്പിടുക, നമ്മുടെ വ്യാപാര കരാറിൻ്റെ കാര്യത്തിൽ എന്ത് നീക്കുപോക്കായിരിക്കും ഉണ്ടാവുക, ഈ കാര്യങ്ങളൊക്കെ വളരെ പൊളിറ്റിക്കലായിട്ട് വേറെ ഉണ്ട്, അതിലേക്ക് പിന്നെ വരാം. അതായത് ജർമ്മനി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ തൊട്ടു മുമ്പിലുള്ള സാമ്പത്തിക ശക്തിയാണ്. ജപ്പാനെ പിന്തള്ളി ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു സാമ്പത്തിക വെല്ലുവിളി നമ്മൾ തട്ടാൻ പോകുന്ന ജർമ്മനി. അവർക്കും അറിയാം, നേരിയ വ്യത്യാസമേ ഉള്ളൂ നമ്മളുമായിട്ട്. അപ്പോ ആ രാജ്യവും നമ്മളുമായിട്ട് ഉള്ള സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ വ്യാപാര ഇടപാടുകൾ കൊണ്ട് രണ്ട് രാജ്യങ്ങൾക്ക് ഗുണമുണ്ട്. ഒരു പക്ഷേ രണ്ട് രാജ്യങ്ങളും തുല്യതയിൽ നിന്നാൽ പോലും തുല്യമായി വളർന്ന് മുന്നോട്ട് പോകുമെന്ന് അവർക്കറിയാം. ഉദാഹരണത്തിന് നമ്മൾ 5 GDP മറികടക്കാൻ ശ്രമിക്കുമ്പോൾ അവർ 6 ആകുന്നു, നമ്മളും അവരോടൊപ്പം 6 ആകുന്നു. ഈ രീതിയിലേക്ക് രണ്ടുപേരും ഒപ്പം വളരാനുള്ള ഒരു ആരോഗ്യകരമായ ഒരു മത്സരം രണ്ട് രാജ്യങ്ങൾക്കും ഗുണം കിട്ടുന്ന രീതിയിലാണ്. യൂറോപ്യൻ യൂണിയനിൽ ഏകദേശം 27 രാജ്യങ്ങളാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയനിൽ 27 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, UN കീഴിൽ 197 രാജ്യങ്ങൾ. അതിൽ 195 ഉണ്ട് പ്രഖ്യാപിതമായിട്ട്. 2 ഇപ്പോൾ ഈ നമ്മുടെ ചൈനീസ് തായ്പേ പോലുള്ള പ്രദേശങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണം വേണ്ട എന്നുള്ള രീതിയിൽ പരിഗണനാ ലിസ്റ്റിലാണ്. അങ്ങനെയൊക്കെ കണക്കാക്കിയാണ്. എങ്കിൽ ഇത്രയും രാജ്യങ്ങളിൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിൽ ഏറ്റവും വലിയ കക്ഷിയാണ് യൂറോപ്യൻ യൂണിയൻ. അതിൽ തന്നെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ഏറ്റവും സാമ്പത്തിക ശേഷിയിൽ മുന്നിൽ നിൽക്കുന്നത് ജർമ്മനിയുമാണ്. ജർമ്മനിയും നമ്മളുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് വ്യാപാര കരാറുകളും വ്യാപാരവും ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന നിരവധിയായ മെഴ്സഡസ് ബെൻസ്, BMW തുടങ്ങിയ വാഹനങ്ങൾ അവരുടെ രാജ്യത്ത് നിർമ്മിച്ച് നമ്മൾ ഇവിടെ ഇറക്കുമതി ചെയ്യുകയും പിന്നീട് ഇവിടെ പ്ലാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ്. സാധാരണഗതിയിൽ ഇന്ത്യ ഓട്ടോമോട്ടീവ് വിപണി തുറന്നു കൊടുക്കുന്നതിന് പല തടസ്സങ്ങളും പറയാറുണ്ട് പല രാജ്യങ്ങളോട്. പക്ഷെ ജർമ്മനിയോട് അങ്ങനെ പറയാതെ നമ്മളുടെ ഗവൺമെന്റിന് നികുതി കിട്ടുന്നതിന് നല്ല രീതിയിൽ അത് ചെയ്തു. ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിലൂടെ റഷ്യ യൂറോപ്പുമായൊരു വാതിൽ തുറക്കുകയാണ് ഇതിന്റെ പിന്നണിയിൽ ചെയ്യുന്നത്. ഇന്ത്യ വഴി യൂറോപ്പിലേക്കൊരു വാതായനം. എങ്ങനെയെന്ന് പറയാം, നമ്മളിപ്പോൾ അമേരിക്ക നമ്മളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾക്ക് അമേരിക്കയെ കൂസാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യത്തിന്റെ തൊട്ടടുത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മളെ പിടുത്തം കിട്ടും, അതല്ലെങ്കിൽ ഒരിക്കലും പിടിക്കാൻ പറ്റുകയില്ല. ഒരു സാമന്ത രാജ്യം ആയി നിൽക്കുകയില്ല. സമന്മാരെ പോലെ കൈവിട്ടു പോകും. അപ്പൊ സമന്മാരെ പോലെ കാണാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷെ US ആഗ്രഹിക്കുന്ന ഒരു സാമന്ത രാജ്യത്തെ പോലെ. ഇപ്പൊ അവർ ജർമ്മനിയെയോ ഫ്രാൻസിനെയോ ബ്രിട്ടനെയോ ഒക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നരേന്ദ്രമോദി സാമന്ത രാജ്യമല്ല, അപ്പൊ നമ്മളെ സമരാജ്യമാണ്. നിങ്ങളും ഞങ്ങളും തുല്യരാണ്. നിങ്ങളെക്കാൾ നല്ല ജനാധിപത്യം ഇവിടെ ഉണ്ട്. നിങ്ങൾ അമേരിക്കയിലെ ജനാധിപത്യം പോലെയല്ല. ഇവിടെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന, അതിന്റെ 3-4 ഇരട്ടി ആൾക്കാർ പങ്കെടുക്കുന്ന, അതിൽ കൂടുതൽ ഇരട്ടി ആൾക്കാർ പങ്കെടുക്കുന്ന ജനാധിപത്യം, സമവർത്തി രാജ്യം എന്ന രീതിയിലാണ് നമ്മുടെ നിലപാട്. അപ്പൊ ഈ ഒരു നിലപാടിന് ശക്തി വരാനാണ് ഇപ്പൊ ജർമ്മനിയുടെ നീക്കം. ജർമ്മനി നാറ്റോയിലെ ഒരു അംഗരാജ്യമാണ്. പക്ഷെ നാറ്റോയിലെ പല രാജ്യങ്ങളും ഇപ്പൊ തിരിച്ചറിയുന്നു, നാറ്റോ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു വലിയ കെണിയായിരുന്നു. ആ കെണിയിൽപ്പെടുത്തി രാജ്യങ്ങളെല്ലാം നിരായുധരാക്കിക്കൊണ്ട് നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് പണം വാങ്ങിക്കുക അമേരിക്കൻ ഭടന്മാരും അമേരിക്കൻ ടെക്നോളജിയും ലോകം എല്ലായിടത്തും വിന്യസിക്കുക. ജർമ്മനിയിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവിടെ താവളം ഉണ്ടാക്കുക. അതായത് അമേരിക്കൻ സൈനികരുടെ മേൽനോട്ടത്തിൽ അല്ലെ അവരുടെ ചാരന്മാരുടെ മേൽനോട്ടത്തിലാണ് ഈ രാജ്യങ്ങളുടെ നയപരിപാടികളും എല്ലാം നടക്കുന്നത്. അങ്ങനെ ഓവർ ഇൻഫ്ലുവൻസ് ഓൾറെഡി വന്നത്. വാസ്തവത്തില് പണ്ട് ബ്രിട്ടൻ അവരുടെ കോളനികൾ ലോകമെങ്ങും സ്ഥാപിച്ചതുപോലെ സെയിം അതേ സാധനം അതീവ ബുദ്ധിപരമായിട്ട് സൈനിക കോളനികളാണ് ഇവർ സ്ഥാപിച്ചിരിക്കുന്നത്. പറയുന്നത് എന്താ, നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാമെന്നുള്ളത്. അമേരിക്കയുടെ ഈ അതിഭയങ്കരമായ, അതായത് 1.5 ട്രില്യൺ ആണ് ഇപ്പോ ട്രംപ്
സൈനിക ബഡ്ജറ്റായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. $1 ട്രില്യൺ ഓർക്കണം. 1.5 ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ അതിന്റെ 100 ഇരട്ടി നമ്മൾക്ക് ചിന്തിച്ചാൽ ഇന്ത്യൻ രൂപയുമായിട്ട് ഏകദേശം ഒരു ധാരണയിലെത്താൻ പറ്റും. അത് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഇത്ര നാളും നിലനിന്നത് സൈനിക മേൽക്കോയ്മയിലാണെങ്കിൽ ആ മേൽക്കോയ്മയിലൂടെ ഇപ്പോൾ അവർ ചെയ്ത ഗ്രീൻലാൻഡിലേക്ക് പോകാൻ പോകുന്നു, മറ്റേത് അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു എന്നതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഭീഷണിയിലാണ്. അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു പങ്കാളി എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയാണ്. അതാണ് അതിന്റെ പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് പറയാം, ഗ്രീൻലാൻഡിലേക്ക് അമേരിക്ക പ്രവേശിക്കുന്നതിനെ കടുത്ത എതിർപ്പോടുകൂടി പ്രതിഷേധിക്കുന്ന രാജ്യമാണ് ജർമ്മനി രാജ്യം. ഫ്രാൻസും അതേ നിലപാടാണ്. നിരവധിയായ രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇവരിപ്പോഴാണ് തിരിച്ചറിയുന്നത് തങ്ങൾ ഈ നാറ്റോയിൽ വിശ്വസിച്ച് അമേരിക്കയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയത് വലിയ മണ്ടത്തരമായി പോയി എന്നുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നാറ്റോയിലുള്ള ഇപ്പൊ ഈ ഗ്രീൻലാൻഡും നാറ്റോയിലും മറ്റൊരു രാജ്യത്തിന്റെ പ്രദേശമാണല്ലോ. അവർക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? കാരണം അവരുടെ ഭൂമിയിൽ പോലും അമേരിക്കൻ സൈനികരുണ്ട് നാറ്റോ എന്ന പേരിൽ. അപ്പോൾ ഇപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ അതീവ ഗൂഢമായൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി റഷ്യയുടെ ആയുധങ്ങൾക്ക് ഇന്ന് വിപണിയില്ല. 1-2 കമ്മ്യൂണിസ്റ്റ് ചേരിയിലുള്ള രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അവരുടെ ടെക്നോളജിയും ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഉത്തര കൊറിയ എന്ന് പറയുന്ന അവർ തന്നെ സ്വന്തമായിട്ട് സാധനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ചെറിയ രാജ്യമാണ്. അമേരിക്ക വരെ എത്താനുള്ള അവരുണ്ടാക്കി വെച്ചിട്ടുമുണ്ട് ആണവായുധം. ചൈനക്കും അതുണ്ട്. വേറെ ഏത് രാജ്യമാണെന്ന് ഇവരോട് ഈ റഷ്യയോട് വാങ്ങിക്കാൻ കൽപ്പുള്ളത്? നമ്മളുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജി വാങ്ങിച്ചിട്ട് നമ്മളിവിടെ ഓൺ പ്രൊഡക്റ്റ് നടത്തുകയാണ്. ഈ ഓൺ പ്രൊഡക്റ്റ് നടത്തുന്നത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമായ സോഴ്സ് കോഡോട് കൂടി വാങ്ങിക്കുക ആണ്. നമ്മളിപ്പോൾ നമ്മുടെ സാധനമായല്ലോ, എന്നിട്ട് യൂറോപ്പിൽ എല്ലായിടത്തും അത് വിൽക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വലിയ ആയുധ കച്ചവടക്കാരായി മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ രാജ്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് മറ്റൊരു ഘടകമുണ്ട്. ലോകത്ത് 4 രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള ന്യൂക്ലിയർ ട്രയാഡ് എന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു. സാറിന് അറിയാമല്ലോ. അതായത് അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. ഇവരാണ് പറയപ്പെടുന്ന ഇത്. പിന്നെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയാതീതമായി തെളിയിച്ചിട്ടില്ല. പിന്നെയുള്ളത് ഇന്ത്യക്കാണ്. ന്യൂക്ലിയർ ട്രയാഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരയിൽ നിന്നും വ്യോമ മാർഗത്തിൽ നിന്നും അതേ നാവിക മാർഗത്തിൽ നിന്നും ന്യൂക്ലിയർ ആയുധം തൊടുക്കാൻ പറ്റും. അതായത് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി അതാണ് പറയുന്നത്. അതായത് ഒരു ആണവ യുദ്ധം നമ്മളിലേക്ക് വന്നാലും നമ്മുടെ രാജ്യം മൊത്തം നശിപ്പിച്ചാലും നമ്മുടെ അന്തർവാഹിനികൾ ലോകത്ത് എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടോ അവിടെ നിന്ന് ഏത് രാജ്യമാണോ നമ്മൾ ആക്രമിച്ച അങ്ങോട്ട് നിരവധിയായ ന്യൂക്ലിയർ ആയുധങ്ങൾ നമ്മൾക്ക് രണ്ടാമത് പ്രഹരിക്കാനുള്ള ശേഷി. അപ്പോൾ അതായത് നമ്മളെ നശിപ്പിക്കാൻ വരുന്നവരെ നമ്മൾക്ക് സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ പറ്റും. ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള അന്തർവാഹിനികൾ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത്, അതായത് സോണാർ ഡിറ്റക്ടറുകളെ പോലും കബളിപ്പിച്ച് ഒളിച്ചിരിക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ ഇന്ത്യയുടെ പല അന്തർവാഹിനികളുടെയും ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത്രയും ടെക്നിക്കുള്ള ഒരു രാജ്യത്തെ അമേരിക്ക ഭയപ്പെടുമ്പോൾ, നമ്മളുമായിട്ട് വ്യാപാര യുദ്ധം നടത്തുമ്പോൾ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കൻ പക്ഷത്തു നിന്ന് പതിയെ മാറിക്കൊണ്ട് ഇന്ത്യൻ പക്ഷത്തേക്ക് വരാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാണ്. പക്ഷേ അതിന് സമയമെടുക്കും. കാരണം അവരുടെ മൊത്തം സംരക്ഷണം ഇപ്പോൾ അമേരിക്കയുടെയും നാറ്റോയുടെയും കയ്യിലാണ്. അതിൽ നിന്ന് വ്യാപാര പങ്കാളി എന്നതിൽ നിന്ന് ആയുധ കച്ചവടക്കാരൻ എന്ന രീതിയിലേക്ക്, സാമ്പത്തിക പങ്കാളി എന്ന രീതിയിലേക്ക് ഇന്ത്യയെ അവർക്ക് മെച്ചപ്പെടുത്തി എടുക്കേണ്ടത് അവരുടെയും കൂടെ ആവശ്യമാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ വരുന്നത് അവർ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഒപ്പിടാൻ സാധ്യതയുള്ളതും, ഒന്ന് കച്ചവടം, രണ്ടാമത് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ജർമ്മനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ കുറെ പേർക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ സംഭവം മനസ്സിലായോ, ഏറ്റവും നൂതനമായ സാങ്കേതിക, അത് പ്രത്യേകമായിട്ട് ആയുധ മേഖലയിലും സ്പേസ് മേഖലയിലും ആണ്. പിന്നെ അത് തന്നെ നമ്മുടെ മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ക്രിട്ടിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മിനറലുകളുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി അങ്ങനെയുള്ള ഇൻഡസ്ട്രി. അല്ല, ഇന്ത്യ നമ്മളിപ്പോ തൈവാൻ ആണല്ലോ ലോകത്തിന്റെ സെമി കണ്ടക്ടറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. കാരണം അവരിത് സപ്ലൈ നിർത്തിയിട്ടുണ്ടെങ്കിൽ പണി തീർന്നു. അത് പിടിച്ചെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ലോകത്ത് ഇന്നത്തെ ഈ വിവര സാങ്കേതിക വിദ്യയുടെ സകല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നത് പിടിച്ചെടുക്കുന്ന ഈ ഇലക്ട്രോണിക് സംവിധാനം ഉൾപ്പെടെ സെമി കണ്ടക്ടറാണ്. അപ്പോൾ ഇന്ത്യ അതിന്റെ ഒരു ഹബ്ബാകാനായിട്ടുള്ള അടിത്തറയിട്ട് പ്രവർത്തനം ഏകദേശം അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. തൈവാനെ മറികടക്കാവുന്ന രീതിയിൽ നമ്മുടെ പ്രൊഡക്ഷൻ വളരാൻ സാധ്യതയുണ്ട്. ലോകത്തെ നമ്മളെ ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അതിൽ വളർന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്പിംഗിൽ ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം,
നഴ്സുമാരെ വളരെയധികം ആവശ്യമുള്ള രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് അവരെ ജർമ്മൻ പഠിപ്പിക്കാൻ അവർ സൗജന്യമായിട്ട് പഠിപ്പിക്കും, സ്റ്റൈപ്പൻഡ് വരെ കൊടുക്കും, സ്റ്റൈപ്പൻഡ് വരെ കൊടുത്ത് പഠിപ്പിച്ച് അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് തൊഴിലില്ലാത്തവനും ഇന്നൊരു ആശ്രയം സ്വർഗ്ഗമാണ് ജർമ്മനി. കാരണം നഴ്സിംഗ് പഠിച്ചില്ലെങ്കിൽ പോലും കെയറായിട്ട് അവിടെ ജോലി കിട്ടും. നമ്മളൊരു വ്യക്തിയാണ് ആ കെയറർ എന്ന് പറയുമ്പോൾ ഏത് തൊഴിലും മാന്യതയുള്ളതാണ് ജർമ്മനിയിലെ. അവർക്കകത്ത് കെയറാണെന്ന് പറഞ്ഞൊരു പുച്ഛഭാവം അവർക്കില്ല. അതുകൊണ്ട് എന്തോ ഒരു സ്വർഗ്ഗമാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക്, തൊഴിലില്ലാത്തവർക്ക് ഒരു സ്വർഗ്ഗമാണ്. ഒന്ന് പോയി കിട്ടിയാൽ മതി. പോയി കിട്ടിയാൽ പൈസ, ടിക്കറ്റിൻ്റെ പൈസ അവർ തരില്ല, നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ഷട്ടിൽ ഡിപ്ലോമസി നടക്കുന്നുണ്ട് അമേരിക്കയും ആയിട്ട്, യുക്രൈനുമായിട്ടും അതുപോലെ റഷ്യയുമായിട്ടുള്ള ഷട്ടിൽ ഡിപ്ലോമസി. മാർക്കോ റൂബൻ എന്നോ മറ്റോ പോകുന്നുണ്ട് അവിടേക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ആ ഒരു കാര്യവും കൂടി ഇവർ ചർച്ചയ്ക്ക് വിധേയമാക്കും. ഇപ്പോൾ ജർമ്മനി എന്ന് പറയുന്നത് യുക്രൈൻ സ്വതന്ത്രമാണെന്ന് ആഗ്രഹിക്കുന്ന രാജ്യവും, ഇന്ത്യ അങ്ങനൊന്നും ഇല്ല, സ്റ്റാറ്റസ് കോ തുടരുന്ന ഒരു ഏർപ്പാടുമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാവും, ഒരു സംയുക്ത പ്രസ്താവന. നമ്മളവരും തമ്മിലൊരു ചർച്ച നടത്തി പ്രസ്താവന നടത്തുന്നതൊന്നും ഇല്ലേ, നമ്മൾ സാധാരണ പറയുന്ന പോലെ അടുത്ത ഭാഷകൾ ഉണ്ടാവാൻ ഉണ്ടാകില്ല. അതത്രയേ ഉള്ളൂ. കാരണം ഡിപ്ലോമാറ്റിക്കലി അമേരിക്ക അവഗണിച്ച് നമ്മൾക്കും അവർക്കും പോകാൻ പറ്റുകയില്ലെന്നേ. അമേരിക്ക ഒരു വൻപൻ രാക്ഷസനായിട്ട് എല്ലാവരെയും വിഴുങ്ങാവുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മളാണ് അതിൽ കുതിറി ഓടാൻ ശ്രമിക്കുന്നത്. പണ്ടത്തെ ജർമ്മനിയാണ് ഇന്നത്തെ അമേരിക്ക. അതായത് ഹിറ്റ്ലർ ഭരിച്ചപ്പോഴത്തെ ആ ജർമ്മനി എങ്ങനെയായിരുന്നു, അതാണ് ഇന്നിപ്പോൾ അമേരിക്ക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.